Good morning. So last class we had studied about urea cycle, the steps involved in urea cycle and how urea cycle is significant and how is it regulated. അല്ലേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമുക്ക് അതിന്റെ അടുത്ത അമിനോ ആസിഡ് മെറ്റബോളിസത്തിലോട്ട് കടക്കാം. അപ്പൊ അമിനോ ആസിഡ്സിന്റെ നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് പഠിച്ചപ്പം അമിനോ ആസിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ മെറ്റബോളിക് ഫേറ്റ് എന്ന് പഠിച്ചിരുന്നു അല്ലെ. അതായത് മെറ്റബോളൈസ് ചെയ്ത് കിട്ടുന്ന എൻഡ് പ്രോഡക്റ്റിനെ ബേസ് ചെയ്തും നമുക്ക് അമിനോ ആസിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ മെറ്റബോളിക് ഫേറ്റ് ദ അമിനോ ആസിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. അപ്പൊ ദോസ് അമിനോ ആസിഡ്സ് ഹൂസ് carbon skeleton can be used as precursor for synthesis of glucose is called glycogenic amino acids, and those that can act as precursors of fat synthesis are called ketogenic. മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ ഗ്ലൂക്കോസിന്റെ ഈ അമിനോ ആസിഡിന്റെ ആദ്യത്തെ സ്റ്റെപ്പില് ഡിഅമിനേഷൻ നടന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്നതെന്ന് വെച്ചാല് കാർബൺ സ്കെലിട്ടൺ ആണ്. ആ കാർബൺ സ്കെലിട്ടൺ ഗ്ലൂക്കോസിന്റെ സിന്തസിസിന് ഉപയോഗിക്കാം, ഫാറ്റിന്റെ സിന്തസിസിന് ഉപയോഗിക്കാം. ഇപ്പൊ ഗ്ലൂക്കോസിന്റെ സിന്തസിസിന് ഉപയോഗിക്കാൻ പറ്റുന്ന അമിനോ ആസിഡ്സ് ആണെങ്കിൽ അത് ഗ്ലൈക്കോജനിക് എന്നും, ഫാറ്റ് സിന്തസിസിലേക്ക് പോകുന്നതാണെങ്കിൽ കീറ്റോജനിക് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഈ സെമസ്റ്ററിൽ നമുക്കിത് പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അന്ന് ജസ്റ്റ് ഇത് കാണാപ്പാടം പഠിക്കുന്നല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അറിയാം ഡിഅമിനേഷന് ശേഷമുള്ള കാർബൺ സ്കെലിട്ടൺ ആണ് പ്രിക്കഴ്സർ ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് പ്രിക്കഴ്സർ ഓഫ് ഫാറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം എഴുതിയേക്കുന്ന ഗ്ലൈക്കോജനിക് അമിനോ ആസിഡ്, പക്ഷെ പഠിക്കാൻ എളുപ്പത്തിന് ആദ്യം ഞാൻ കീറ്റോജനിക് അമിനോ ആസിഡ്സിനെ കുറിച്ച് പറയാം. അപ്പൊ കീറ്റോജനിക് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാറ്റ് സിന്തസിസിന്റെ പ്രിക്കഴ്സർ ആണ് ഈ അമിനോ ആസിഡ്സ്. അത് എൽ ആൻഡ് എൽ എന്ന് ഓർത്താൽ മതി. ലൂസിൻ ആൻഡ് ലൈസിൻ ഇവര് രണ്ടുപേരാണ് കീറ്റോജനിക് അമിനോ ആസിഡ്സ്. അവര് ഫാറ്റ് സിന്തസിസിനാണ് എക്സ്ക്ലൂസീവ്ലി കീറ്റോജനിക്. കണ്ടോ, ഫാറ്റ് സിന്തസിസിലേക്ക് മാത്രം പോകുന്ന അമിനോ ആസിഡ്സ്. അപ്പം ലൂ ലൈ അങ്ങനെ ഓർത്താൽ മതി, എൽ ആൻഡ് എൽ. ഓക്കെ, ഇനി ഗ്ലൈക്കോജനിക് ആൻഡ് കീറ്റോജനിക്, അതായത് ഫാറ്റ് സിന്തസിസിലേക്കും പോകും ഗ്ലൂക്കോസ് സിന്തസിസിലേക്കും പോകും. അത്തരത്തിലുള്ള അമിനോ ആസിഡ്സ് ഓർക്കാൻ എളുപ്പത്തിന് ഐസോല്യൂസിനും അരോമാറ്റിക് അമിനോ ആസിഡ്സും അങ്ങനെ ഓർത്താൽ മതി. ഐസോല്യൂസിനും അരോമാറ്റിക് അമിനോ ആസിഡ്സും. അരോമാറ്റിക് അമിനോ ആസിഡ് ഏതൊക്കെയാണെന്ന് അറിയാലോ നിങ്ങൾക്ക്? ഫിനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ. അപ്പൊ ഐസോല്യൂസിൻ ഈ പറഞ്ഞ 3 അമിനോ ആസിഡും കൂടെ ചേർന്നാൽ ദാറ്റ് ബിക്കംസ് ബോത്ത് ഗ്ലൈക്കോജനിക് ആൻഡ് കീറ്റോജനിക്. ഇനി ഈ രണ്ട് വിഭാഗത്തിലും പെട്ട അമിനോ ആസിഡ് കൂടാതെ ഏതെല്ലാം അമിനോ ആസിഡ് ഉണ്ടോ അതെല്ലാം ഗ്ലൈക്കോജനിക് അമിനോ ആസിഡ്സ്. പഠിക്കാൻ എളുപ്പമല്ലേ? ഇവിടെ അലാനിൻ, അസ്പാർട്ടേറ്റ്, ഗ്ലൈസിൻ, മെഥിയോണിൻ എക്സെട്ര എന്ന് പറയുന്നുണ്ട്. അപ്പൊ ബാക്കി ലൂസിൻ, ലൈസിൻ, ഐസോല്യൂസിനും അരോമാറ്റിക് അമിനോ ആസിഡും കൂടാതെ വേറെ എന്തെല്ലാം അമിനോ ആസിഡ്സ് ഉണ്ടോ അതെല്ലാം ഗ്ലൈക്കോജനിക് അമിനോ ആസിഡ്സ് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ബിഗ് സ്ക്രീൻ ആക്കാൻ വിട്ടുപോയി, സോറി. ഇനി നോക്കിക്കേ, ഇതിൽ അതെല്ലാം കാണിക്കുന്നുണ്ട് കണ്ടോ. അലാനിൻ, സിസ്റ്റീൻ, ഗ്ലൈസിൻ, സെറീൻ, ത്രിയോണിൻ, ട്രിപ്റ്റോഫാൻ ഇതെല്ലാം എൻ പ്രോഡക്റ്റ്. അതിന്റെ മെറ്റബോളിക് എൻ പ്രോഡക്റ്റ് പൈറുവേറ്റ്. അപ്പൊ പൈറുവേറ്റ് ആണെങ്കിൽ അത് ഗ്ലൈക്കോജനിക്കുമാണ് കീറ്റോജനിക്കുമാണ്. കാരണം ഗ്ലൂക്കോസ് സിന്തസിസിലേക്ക് ഓക്സാലോ സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസിലേക്ക് പോകും. പൈറുവേറ്റ് അസിറ്റൈൽ കോയ ആയിക്കഴിഞ്ഞാൽ അത് കീറ്റോജനിക് ആയിട്ട് മാറും. മനസ്സിലായോ? ഐസോല്യൂസിൻ, ലൂസിൻ, ട്രിപ്റ്റോഫാൻ കണ്ടോ അസിറ്റൈൽ കോയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം ട്രിപ്റ്റോഫാൻ ഐസോല്യൂസിൻ ആണെങ്കിൽ ബോത്ത് കീറ്റോജനിക് ആൻഡ് ഗ്ലൈക്കോജനിക് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അസിറ്റൈൽ കോയ ആണെങ്കിലും ഇറ്റ് ക്യാൻ എൻറ്റർ ലൈക്ക് ദിസ് ആൻഡ് ഗോ ടു ഗ്ലൂക്കോസ് സിന്തസിസ് അല്ലെ. അസിറ്റൈൽ കോയ ക്യാൻ ഓൾസോ എൻറ്റർ ഇൻ ടു ലിപ്പിഡ് സിന്തസിസ്. നിങ്ങൾ ഇത് മൊത്തം കാണാപ്പാടം പഠിക്കണ്ട കേട്ടോ. ഈ സംഭവം ഞാൻ നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എവിടേക്കാണ് അതിന്റെ എൻട്രി പോയിന്റ്സ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും കാണാപ്പാടം പഠിക്കണ്ട. നിങ്ങൾ ഇത്രയും പഠിക്കേണ്ടത് ഇതാണ്. ഇതൊക്കെ ഈ ക്ലാസിഫിക്കേഷനും ഏതൊക്കെ അമിനോ ആസിഡ് ആണ് അതിന്റെ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നല്ല ഓർമ്മശക്തി ഉള്ളവർ ഇതും കൂടെ പഠിച്ചാൽ നന്ന്. ഓക്കെ.